സുഗമോ ദേവിയിൽ വേദനകൾക്കൊടുവിൽ ചന്ദ്രോത്തൊരു സന്തോഷ വാർത്ത എത്തുന്നു. അതേ കൂട്ടുകാരെ, നമ്മളെല്ലാം വിചാരിച്ചിരുന്ന ഒരു കാത്തിരുന്ന നിമിഷം തന്നെയാണ് ദേവി പ്രഗ്നന്റ് ആകുന്ന അല്ലെങ്കിൽ ദേവി ഗർഭിണിയാവുന്ന നിമിഷങ്ങൾ അല്ലേ? അല്ല കൂട്ടുകാരെ, ഈ ഒരു ദുരന്തങ്ങൾക്കിടയിൽ ആ ഒരു സന്തോഷ വാർത്ത മാത്രമേ ഉള്ളൂ ചന്ദ്രോത്തുകാർക്ക് ഒരു ആശ്വാസമായിട്ട് അല്ലേ? അപ്പൊ എന്തായാലും ദേവി അടുത്ത് തന്നെ ആ ഒരു വിശേഷം അറിയിക്കുകയും പിന്നെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടില് നമ്മുടെ സിദ്ധാർത്ഥൻ തിരികെ ജയിലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്ന ആ ഒരു സന്തോഷ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് പ്രേക്ഷകർ ആകപ്പാടെ കാത്തിരിക്കുന്നത്. ഇത്രയും നാൾ നമ്മൾ സുഗമോ ദേവി പ്രേക്ഷകരുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കുത്തും കൊലവിളിയും അടിയും പിടിയും ഭീഷണിയും ഇതിൽ നിന്നൊന്നും ഈ കുറേ നാളായിട്ട് നമുക്ക് മോചനമേ ഇല്ല. ഒരു സന്തോഷ നിമിഷങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് കൊള്ളായിരിക്കും എന്ന് വിചാരിച്ച് കാണാൻ പറ്റുന്ന ഒരു നിമിഷം പോലും ഇല്ലാതെയായി നമ്മുടെ സുഗമോ ദേവിയിൽ നിന്നും അല്ലേ? പകരം ഒന്ന് മാറ്റിമറിച്ച ആ ഒരു സംവിധായകന് കുറച്ചൊന്നൊരു നല്ല ബുദ്ധി തോന്നി. ഇനി വരുന്ന ഒരാഴ്ചയിലെങ്കിലും നമുക്ക് പ്രേക്ഷകരൊക്കെ സമാധാനിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന നിമിഷങ്ങൾ, അതായത് ദേവി ഗർഭിണിയാവുന്ന നിമിഷങ്ങൾ, നമ്മുടെ സിദ്ധാർത്ഥൻ തിരികെ വരുന്നതും പിന്നെ ഇവര് പൊരുതി ആ ഒരു ശത്രുക്കളോട് പൊരുതി ആ ഒരു ചന്ദ്രോത്ത് വീടൊക്കെ പിടിച്ചെടുക്കുന്നതും പ്രഭാവതിയുടെ ആ ഒരു പഴയ പ്രഭ തിരികെ വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി നിമിഷങ്ങളാണ് നമ്മൾക്ക് ആവശ്യം അല്ലേ? എന്തായാലും അത് തന്നെ വരട്ടെ. കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.